സ്വർഗമാണ് കുടുംബം. ഞാനും നിങ്ങളുമൊക്കെ ഓരോ കുടുംബത്തിന്റെ ഭാഗമാണ്. ഓരോ കുടുംബങ്ങളുടെ പിന്തുടർച്ചക്കാരാണ്. നമ്മിലൂടെ ഇനിയും കുടുംബങ്ങളുടെ തുടർച്ചകളും ഉണ്ടാകും. മനുഷ്യൻ കണ്ടുപിടിച്ച സമ്പ്രദായമല്ല, ദൈവം കൂട്ടിയോജിപ്പിച്ച കൂട്ടായ്മയാണ് കുടുംബം. അതുകൊണ്ടാണ് മനുഷ്യാരംഭം മുതൽ ഇന്നുവരെ ശതങ്ങളും ഇടർച്ചകളും പതർച്ചകളും കുറവുകളും ഉണ്ടെങ്കിൽ കൂടി കുടുംബ വ്യവസ്ഥ മാറ്റമില്ലാതെ തുടർന്നു പോരുന്നത്. ലോകത്തിന്റെ അന്ത്യം വരെ കുടുംബങ്ങളും ഈ ലോകത്തുണ്ടാകും, അതിൻ്റെതായ എല്ലാ നന്മകളോടും കുറവുകളോടും കൂടി. കാരണം കുടുംബങ്ങളാണ് ലോകത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരു സംശയം ബാക്കിയാണ്. നമ്മുടെ കുടുംബങ്ങൾ ഭൂമിയിലെ യഥാർത്ഥ സ്വർഗങ്ങളാകുന്നുണ്ടോ? ദൈവത്തിന്റെ മനസ്സിലെ പദ്ധതിയുടെ പൂർത്തീകരണം പോലെ നമ്മുടെ കുടുംബങ്ങൾ ആയിത്തീരുന്നുണ്ടോ? എവിടെയാണ് നമുക്ക് പിഴവ് സംഭവിച്ചിരിക്കുന്നത്? എവിടെയാണ് നമുക്ക് തിരുത്താനുള്ളത്? ഇന്നത്തെ വാച്ച് ആൻഡ് പ്രേ ചില കുടുംബ വിചാരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കൊരിക്കലും നിഷേധിക്കാനാവാത്ത ഈ ഭൂമിയിലെ ഏറ്റവും മഹത്തായ ഇടമായ കുടുംബങ്ങളുടെ മഹത്വവും അവയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയും പരിഹാര മാർഗങ്ങളും ഒത്തൊരുമിച്ചുള്ള ധ്യാനത്തിലൂടെയും ചിന്തയിലൂടെയും കണ്ടെത്തുകയാണ് നാം ഇന്നിവിടെ. കുടുംബങ്ങളിലെ പ്രശ്നങ്ങളെ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വാച്ച് ആൻഡ് പ്രേയിലേക്ക് കടന്നു ചെല്ലാം. ക്രൈസ്തവരെന്ന നിലയിൽ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിനുള്ള സങ്കല്പവും സഭയ്ക്കുള്ള കാഴ്ചപ്പാടും എന്താണെന്ന് നാം മനസ്സിലാക്കുന്നത് ഉചിതമാണ്. കുടുംബത്തെ ഗാർഹിക സഭയെന്നാണ് സഭ വിശേഷിപ്പിക്കുന്നത്. കുടുംബം സാമൂഹിക ജീവിതത്തിന്റെ പ്രാഥമിക കോശവും അത് ഒരു സ്വാഭാവിക സമൂഹവുമാണ്. സ്നേഹത്തിലും ജീവൻ നൽകലിലും സ്വയം സമർപ്പിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഭാര്യ ഭർത്താക്കന്മാർ. മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കുകയും മാനവ കുടുംബം സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് അവയ്ക്ക് മൗലികമായൊരു ഘടനയാണ് ദൈവം നൽകിയത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ക്രൈസ്തവ കുടുംബത്തെക്കുറിച്ച് വീക്ഷിക്കുന്നത് ഇപ്രകാരമാണ്: ക്രൈസ്തവ കുടുംബം സഭാത്മക കൂട്ടായ്മയുടെ സവിശേഷമായ ഒരു പ്രദർശനവും സാക്ഷാത്കാരവുമാണ്. ഈ കാരണത്താൽ അത് ഗാർഹിക സഭ എന്ന് വിളിക്കപ്പെടണം. അത് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഒരു സമൂഹമാണ്. പുതിയ നിയമത്തിൽ വ്യക്തമായി കാണുന്നതുപോലെ അതിന് സഭയിൽ അതുല്യമായ ഒരു സ്ഥാനമുണ്ട്. ക്രൈസ്തവ കുടുംബം വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ്. പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമുള്ള ഐക്യത്തിന്റെ അടയാളവും പ്രതിരൂപവുമാണ്. അതിന്റെ സന്താനോൽപാദനപരവും വിദ്യാഭ്യാസപരവുമായ പ്രവൃത്തി പിതാവിന്റെ സൃഷ്ടികർമ്മത്തെ പ്രതിഫലിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിലും ബലിയിലും പങ്കെടുക്കാൻ അത് വിധിക്കപ്പെട്ടിരിക്കുന്നു. അനുദിന പ്രാർത്ഥനയും ദൈവവചന വായനയും അതിനെ സ്നേഹത്താൽ ശക്തിപ്പെടുത്തുന്നു. ക്രൈസ്തവ കുടുംബം സുവിശേഷ പ്രഘോഷകയും പ്രേഷിതയുമാണ്. കുടുംബത്തിനുള്ളിലെ ബന്ധങ്ങൾ വികാരങ്ങളുടെയും സ്നേഹപ്രകടനങ്ങളുടെയും താൽപ്പര്യങ്ങളുടെയും ഒരു ചർച്ചയുണ്ടാക്കുന്നു. അത് സർവോപരി അംഗങ്ങളുടെ പരസ്പര ബഹുമാനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഭാര്യാഭർത്താക്കന്മാരുടെ പൊതുവായ ആലോചനകളും അതുപോലെ തന്നെയാണ്. മാതാപിതാക്കളെന്ന നിലയിൽ കുട്ടികളെ വളർത്തുന്നതിലും തീവ്രമായ സഹകരണവും കൈവരിക്കാൻ വിധിക്കപ്പെട്ട സുവിശേഷ പ്രാധാന്യമുള്ള ഒരു സമൂഹമാണ് കുടുംബം. ബാല്യം മുതൽ ഒരു വ്യക്തിക്ക്
ധാർമ്മിക മൂല്യങ്ങൾ പഠിക്കാനും ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങാനും സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിക്കാനും കഴിയുന്ന സമൂഹമാണ് കുടുംബം. കുടുംബത്തിലെ ജീവിതം സമൂഹത്തിലെ ജീവിതങ്ങൾക്കുള്ള തുടക്കമാണ്. കുടുംബാംഗങ്ങൾ ചെറുപ്പക്കാരെയും വൃദ്ധരെയും രോഗികളെയും വികലാംഗരെയും ദരിദ്രരെയും ശ്രദ്ധിക്കാനും അവരെ സംബന്ധിച്ച് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും പഠിക്കത്തക്ക വിധത്തിൽ കുടുംബം ജീവിക്കണമെന്നും മതബോധന ഗ്രന്ഥം ഓർമ്മപ്പെടുത്തുന്നു. കുടുംബം എന്ന വാക്കിന് അർത്ഥഭേദം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അച്ഛൻ, അമ്മ, മക്കൾ, അടുത്ത ബന്ധുക്കൾ എന്നിവർ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ കൂട്ടായ്മയിലും സ്നേഹത്തിലും കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പണ്ട്. കൂട്ടുകുടുംബം എന്നാണ് അവ അറിയപ്പെട്ടിരുന്നത്. ആളും അർത്ഥവും പങ്കുവെക്കപ്പെട്ടിരുന്ന, ഒരേ ആത്മാവും ഒരേ മനസ്സുമായി കഴിഞ്ഞിരുന്ന അപ്പസ്തോലിക പാരമ്പര്യത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു നമ്മുടെ കുടുംബങ്ങൾ ഒരു കാലം വരെ. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനോ പ്രായമായവരെ പരിചരിക്കുന്നതിനോ അന്ന് കുടുംബങ്ങളിലേക്ക് ജോലിക്കാരോ ഹോം നേഴ്സുമാരോ കടന്നു വന്നിരുന്നില്ല. കാരണം കുടുംബത്തിൽ തന്നെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അനേകം ആളുകളുണ്ടായിരുന്നു. ദമ്പതികൾക്കിടയിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും തിരുത്താനും കാരണവന്മാരുണ്ടായിരുന്നു. അന്ന് കുഞ്ഞുങ്ങൾ സ്വന്തം വീടകങ്ങളിൽ പോലും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നില്ല. പ്രായമായവരും രോഗികളായവരും പരിചരിക്കാനോ അന്ത്യസമയത്ത് ഒരിറ്റു വെള്ളം ഒഴിച്ചു തരാൻ സമീപത്താളില്ലാതെയോ മരിച്ചു വീഴുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എല്ലാ ആവശ്യങ്ങളും സാധിക്കപ്പെട്ടിരുന്ന കാലം. പക്ഷേ പിന്നീട് എപ്പോഴോ ആ അവസ്ഥയ്ക്ക് പതിയെ പതിയെ മാറ്റങ്ങൾ വന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥിതി കീറിമുറിക്കപ്പെട്ടു. മനുഷ്യന്റെ സ്വാർത്ഥത സാവധാനം തലപൊക്കി തുടങ്ങിയതായിരുന്നു പ്രധാന കാരണം. ഒപ്പം സാമൂഹിക മാറ്റങ്ങളും അതിന് അകമ്പടി സേവിച്ചു. ഞാനും എനിക്ക് ഏറ്റവും അടുപ്പമുള്ളവരും മാത്രം എന്ന ചിന്താഗതി ആഴപ്പെടാൻ ആരംഭിച്ചു. തൽഫലമായി കൂട്ടുകുടുംബങ്ങളുടെ അടിത്തറ ഇളകി. മണ്ണും സ്വത്തും പങ്കുവെക്കപ്പെട്ടപ്പോൾ കയ്യിൽ കിട്ടിയവയുമായി കൂടുതൽ സൗകര്യങ്ങളിലേക്ക് ആളുകൾ ചേക്കേറാൻ ആരംഭിച്ചതോടെ കൂട്ടുകുടുംബങ്ങളെ തകർത്തുകൊണ്ട് അണുകുടുംബങ്ങൾ രൂപീകൃതമായി. നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ അവരുടെ മറുപടി 3 പേരിലോ കൂടിപ്പോയാൽ 4 പേരിലോ ഒതുങ്ങിപ്പോകും. സ്വന്തമായി കരുതുന്ന കുടുംബാംഗങ്ങളായി പരിഗണിക്കപ്പെട്ടു പോരുന്നവരുടെ എണ്ണം പരിമിതമായി. പണ്ട് അതല്ലായിരുന്നുവല്ലോ സ്ഥിതി. വല്യപ്പച്ചൻ, വല്യമ്മച്ചി, അപ്പന്റെ സഹോദരങ്ങൾ, അവരുടെ കുടുംബം, മക്കൾ, ഇങ്ങനെ എത്രയോ പേരായിരുന്നു ഒരു കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. ഒരപ്പനും അമ്മയ്ക്കും തന്നെ 5ഉം 6ഉം മക്കളുണ്ടായിരുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള പങ്കുവയ്ക്കപ്പെടലിലൂടെ ജീവിതത്തിന്റെ സൗന്ദര്യം കാണുക മാത്രമായിരുന്നില്ല, മാനുഷിക മൂല്യങ്ങളുടെ വിനിമയവും കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. അണുകുടുംബങ്ങളിലേക്ക് ചേക്കേറിയത് കാലഘട്ടത്തിന്റെ ആവശ്യമായിരിക്കാമെന്ന് ന്യായീകരണമുള്ളപ്പോഴും അതും ഒരു കുടുംബമാണല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കുകയെങ്കിലും ചെയ്യാം. പക്ഷേ കുടുംബം എന്ന പേരിൽ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല കേരളത്തിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന മുന്നേറ്റങ്ങൾ തെല്ലും ആശാവഹമല്ല. സ്വാർത്ഥതയും സുഖവും അഹിതകരമായ സന്തോഷവും തേടുന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ വിള്ളലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാഹേതര ബന്ധങ്ങൾ, അവിഹിത വേഴ്ചകൾ, അവിശ്വസ്തത, മദ്യം, മയക്കുമരുന്ന്, വിവാഹമോചനങ്ങൾ എന്നിവയും കുടുംബങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടുന്നു. ദിനംപ്രതി നമ്മെ തേടിയെത്തുന്ന ഇത്തരം വാർത്തകളുടെ ബാഹുല്യം നാം അകപ്പെട്ടിരിക്കുന്ന കുടുംബ പ്രശ്നങ്ങളുടെ രൂക്ഷത വെളിവാക്കുന്നവയാണ്. പുതിയ ബന്ധങ്ങളുടെ പൂർത്തീകരണത്തിന് മക്കൾ തടസ്സമാകുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ അവരെ ഉപേക്ഷിക്കുക മാത്രമല്ല, വേണ്ടി വന്നാൽ കൊന്നുകളയാൻ പോലും മടിയില്ലാത്ത അമ്മമാരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ് എന്നാണല്ലോ തിരുവചനം പറയുന്നത്. കുടുംബജീവിതത്തിൽ നാം ഇന്ന് ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ദൈവം തന്നവയല്ല, നമ്മുടെ തന്നെ വിവേകക്കുറവും ജാഗ്രതയില്ലായ്മയും സ്വാർത്ഥതയും മൂലം സംഭവിക്കുന്നവയാണ്.
നദീതടങ്ങളോട് ബന്ധപ്പെട്ട് സംസ്കാരങ്ങൾ രൂപപ്പെട്ടു എന്ന് പറയുന്നതുപോലെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടാണ് സമൂഹത്തിൽ മൂല്യങ്ങളും ധാർമ്മികതയും രൂപപ്പെടുകയും നിലനിന്നു പോരുകയും ചെയ്യുന്നത്. നാം ഇന്ന് എന്തായിരിക്കുന്നുവോ അതെല്ലാം നാം ജനിച്ചു വളർന്ന കുടുംബത്തിൻ്റെ നല്ലതോ ചീത്തയോ ആയ അനുഭവങ്ങളുടെ അനന്തരഫലമാണ്. നല്ല കുടുംബത്തിൽ നിന്നാണ് നല്ല മാതാപിതാക്കൾ ഉണ്ടാകുന്നത്. നല്ല മാതാപിതാക്കളിൽ നിന്നാണ് നല്ല മക്കൾ ഉണ്ടാകുന്നത്. നല്ല മക്കളിലൂടെയാണ് നല്ല ലോകമുണ്ടാകുന്നത്. ലോകത്തെ കിടുകിട വിറപ്പിച്ച ഹിറ്റ്ലറെ പോലെയുള്ള സ്വേച്ഛാധിപതികളെയും ലോകത്തിലെ തന്നെ ഏറ്റവും ഭീകരനായ കുറ്റവാളി എന്നറിയപ്പെടുന്ന ഫിലിപ്പ് ഗാരിഡോയെയുമൊക്കെ രൂപപ്പെടുത്തിയത് കുടുംബം എന്ന വ്യവസ്ഥിതിയിൽ സംഭവിച്ച ആഘാതങ്ങളായിരുന്നു. ഇതുപോലെയുള്ള അനേകം ഉദാഹരണങ്ങൾ ഒരു വശത്തുള്ളപ്പോൾ തന്നെയാണ് മറുവശത്ത് വിശുദ്ധ മദർ തെരേസയെയും കൊച്ചു ത്രേസ്യയെയും ഒക്കെ രൂപപ്പെടുത്തിയ കുടുംബത്തിന്റെ സന്മാതൃകകളുള്ളത്. വഴിതെറ്റിപ്പോയ മകനെപ്പോലും വിശുദ്ധ പദവിയിലേക്ക് നയിച്ച മോണിക്ക എന്ന അമ്മയെയും നമുക്ക് ഇവിടെ ഓർക്കാതിരിക്കാനാവില്ല. അമ്മയും അപ്പനും എത്രത്തോളം നല്ലവരാകുന്നുവോ മക്കൾ അത്രത്തോളം നല്ലവരുമാകും. ഒരു ഭർത്താവെന്ന നിലയിൽ എന്നെ കൂടുതൽ നല്ല ഭർത്താവും ഭാര്യ എന്ന നിലയിൽ കൂടുതൽ നല്ല ഭാര്യയുമാക്കണേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഒരു നല്ല ഭർത്താവിന് മാത്രമേ ഒരു നല്ല അപ്പനാകാൻ കഴിയൂ. ഒരു നല്ല ഭാര്യയ്ക്ക് മാത്രമേ ഒരു നല്ല അമ്മയാകാൻ കഴിയൂ. ദൈവത്തെക്കാളുപരി മറ്റു പലതിനും കുടുംബത്തിൽ പ്രഥമസ്ഥാനം നൽകുന്നവരുമുണ്ട്. വിവാഹമെന്ന ഉടമ്പടിയിലൂടെ സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് ചേർത്ത് കുടുംബം സ്ഥാപിച്ച ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തിന് നൽകിയ ബോണസ് മാർക്കാണ് നമ്മുടെ മക്കൾ എന്ന് മറന്നു പോകരുത്. മക്കളില്ലാതെ പോയതിൻ്റെ പേരിൽ നിങ്ങളിലൂടെ ദൈവം ലക്ഷ്യമാക്കുന്ന കുടുംബസ്ഥാപനത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോയി എന്ന് നാം വിചാരിക്കുകയും അരുത്. ദൈവത്തിന് അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് മറ്റെന്തോ പദ്ധതിയാണുള്ളതെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അത്തരക്കാർ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യുക. ഒരു കൂട്ടർ ഇങ്ങനെ മക്കളില്ലാതെ വിഷമിക്കുമ്പോഴാണ് മറ്റൊരു കൂട്ടർ ജീവന്റെ ഭാഗമായി മാറാനുള്ള തങ്ങളുടെ ദൗത്യത്തെ അവഗണിച്ചുകൊണ്ട് മനുഷ്യജീവന് വിരുദ്ധമായി നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഭ്രൂണഹത്യ, കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങൾ എന്നിവ അവയിൽ ചിലതാണ്. ദൈവം ദാനമായി നൽകുന്ന മക്കളെ ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ വളർത്താൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ദമ്പതികൾ. സാത്താൻ ഏറ്റവും അധികം ഭയക്കുന്നത് കുടുംബങ്ങളെയാണ്. കുടുംബങ്ങളെ തകർക്കുക എന്നതാണ് സാത്താന്റെ പ്രധാന ലക്ഷ്യം. അത്തരം ശ്രമങ്ങൾ അവൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല. പറുദീസ മുതൽക്കേ അത് ആരംഭിക്കുന്നു. ലോകാവസാനം വരെ അവൻ അത് തുടർന്ന് പോരുകയും ചെയ്യും. ഈ അവസരത്തിൽ അവന്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് നാം ജാഗ്രതയുള്ളവരായിരിക്കണം. അവനെതിരെ പോരാടാൻ നാം കരുത്ത് നേടിയിരിക്കുകയും വേണം. സാത്താനെതിരെ പ്രയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് ജപമാല പ്രാർത്ഥന. ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിലാണ് സാത്താൻ കുടുംബത്തെ തകർക്കാൻ ഉന്നം വെച്ച് ആയുധങ്ങൾ പ്രയോഗിക്കുന്നത്. ഒന്നിച്ചു പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒന്നിച്ചു നിൽക്കുമെന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഇന്ന് കത്തോലിക്ക കുടുംബങ്ങളിൽ പോലും ഒന്നിച്ചുള്ള പ്രാർത്ഥനകൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. കുടുംബങ്ങളെ തകർക്കാൻ ഇന്ന് ഏറ്റവും കൂടുതലായി സാത്താൻ ഉപയോഗിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യകളെയാണ്. പള്ളിയിൽ സന്ധ്യാമണി മുഴങ്ങുന്ന സമയത്ത് പായ വിരിച്ച് മുട്ടുകുത്തി നിന്ന് കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമായി ജപമാല ചൊല്ലിയിരുന്ന പഴയ കാലത്തിന് പകരം ഇന്ന് പല വീടുകളിലും സന്ധ്യാസമയങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്നത് ടെലിവിഷൻ സീരിയലിലെ കരച്ചിലും ആക്രോശങ്ങളുമാണ്. പുതുതലമുറ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയവയിലേക്ക് ചേക്കേറിയിരിക്കുന്നു. തങ്ങളുടെ സ്വകാര്യ ലോകത്ത് സ്വകാര്യ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ തേടുന്നവരായി കുടുംബനാഥന്മാരും മാറിയിരിക്കുന്നു. ഫലമോ പേരിനുള്ള കുടുംബ പ്രാർത്ഥനയല്ലാതെ ആഴത്തിലുള്ള കുടുംബ പ്രാർത്ഥന പല കുടുംബങ്ങളിലും നടക്കാതെ പോകുന്നു. ലോക്ക്ഡൗൺ കാലത്ത് ദേവാലയങ്ങൾ അടഞ്ഞു കിടന്നതോർത്തായിരുന്നു നമ്മുടെ പരിദേവനങ്ങൾ. എന്നാൽ ലോക്ക്ഡൗൺ പിൻവലിക്കപ്പെടുകയും പൊതുകുർബാനകൾ പുനരാരംഭിക്കുകയും ചെയ്തിട്ടും ദേവാലയങ്ങളിലെ നിബന്ധനകളോടുകൂടിയ ദിവ്യബലികളിൽ പങ്കാളികളാവുന്നവരുടെ എണ്ണം നാമമാത്രമാണ്. തിരുക്കർമ്മങ്ങളോടും ദൈവിക കാര്യങ്ങളോടുമുള്ള മന്ദതയാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത്. അപ്പനും അമ്മയും മക്കളും കൂടി കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്ന ആ കാലം നമുക്ക് തിരിച്ചു പിടിച്ചേ മതിയാവൂ.
മറ്റൊന്നിനും വേണ്ടിയല്ല, നമ്മുടെ കുടുംബങ്ങളുടെ നിലനിൽപ്പിനും സുസ്ഥിരതയ്ക്കും വേണ്ടി. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ദൈവകൃപ കൂടാതെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഇവയൊന്നും ഒഴിഞ്ഞു പോകുകയില്ലെന്നാണല്ലോ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മക്കളുടെ വഴിതെറ്റൽ പോലെയുള്ള കാര്യങ്ങൾ ഓരോ കുടുംബത്തിൻ്റെയും വേദനയാണ്. കുടുംബ പ്രാർത്ഥനകൾ മുടക്കമില്ലാതെയും കൗദാശിക ജീവിതത്തിൽ നിന്ന് അകലം പാലിക്കാതെയും മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ കുടുംബജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടായാൽ പോലും അവയെ നേരിടാൻ നമുക്ക് കഴിയുകയുള്ളൂ. സന്തോഷകരമായ, സംതൃപ്തകരമായ കുടുംബജീവിതമാണ് എല്ലാവരുടെയും സ്വപ്നം. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ ചിത്രം എന്താണ്? മനോഹരമായ വീട്, ആധുനിക സുഖ സൗകര്യങ്ങൾ, സൗന്ദര്യമുള്ള ജീവിത പങ്കാളിയും മക്കളും, ജോലി, ആവശ്യത്തിലേറെ പണം, പ്രശസ്തി. എന്നാൽ ഇതാണോ സന്തോഷകരമായ കുടുംബജീവിതത്തിന്റെ ലക്ഷണങ്ങൾ? ബൈബിളിലെ കുടുംബസങ്കല്പങ്ങൾ യഥാർത്ഥ കുടുംബജീവിതം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ബൈബിൾ ഒരു ആത്മീയ ഗ്രന്ഥമെന്നതിനു പുറമെ ഒരു കുടുംബ ചരിത്രം കൂടിയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നാം അവിടെ വ്യത്യസ്തമായ അനേകം കുടുംബങ്ങളെ, മാതാപിതാക്കളെ, മക്കളെ കണ്ടുമുട്ടുന്നുണ്ട്. അത്തരം ഓരോ കുടുംബങ്ങളും നമുക്ക് ഓരോ പാഠവും തിരുത്തലും നൽകുന്നുണ്ട്. ആദ്യ ദമ്പതികളായ ആദത്തിലും ഹവ്വയിലും തുടങ്ങുന്ന കുടുംബചരിത്രം നോഹയിലൂടെ, അബ്രഹാത്തിലൂടെ, യാക്കോബിലൂടെ, ദാവീദിലൂടെ പുതിയ നിയമത്തിലെ തിരുക്കുടുംബത്തിൽ ചെന്നുചേരുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിന് പ്രീതികരമായ അനേകം കുടുംബനാഥന്മാരും മക്കളുമുണ്ടായിരുന്നിട്ടും ആ കുടുംബങ്ങളിലൊന്നും സംഭവിക്കാത്തതുപോലെയുള്ള ദൈവിക ഇടപെടലും ദൈവിക പൂർത്തീകരണവുമാണ് നസ്രത്തിലെ ജോസഫിൻ്റെയും മേരിയുടെയും കുടുംബത്തിൽ നടന്നത്. കുടുംബം തിരുക്കുടുംബമാകുന്നത് എങ്ങനെയെന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണവും ആ കുടുംബം തന്നെ. അബ്രഹാത്തിനോ ലോത്തിനോ ഉണ്ടായിരുന്നതുപോലെ സമ്പൽ സമൃദ്ധി ആ കുടുംബത്തിനുണ്ടായിരുന്നില്ല. ആദത്തിനും ഹവ്വയ്ക്കും ലഭിച്ചതുപോലെ ഏദൻ തോട്ടവും അവർക്കുണ്ടായിരുന്നില്ല. ദാരിദ്ര്യവും അവഗണനയും പലായനങ്ങളും തിരസ്കരണങ്ങളും പ്രതിസന്ധികളും അപമാനങ്ങളുമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ അവിടെ ആ ദമ്പതികൾ ഒരിക്കലും പരസ്പരം കുറ്റപ്പെടുത്തിയിരുന്നില്ല. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അവർ തങ്ങളുടെ കുടുംബങ്ങളെയും പ്രശ്നങ്ങളെയും സമർപ്പിച്ചു. ഓരോ കുടുംബങ്ങളും അനുകരിക്കേണ്ടത് ഈ മാതൃകയാണ്. ക്രിസ്തു ആദ്യമായി അത്ഭുതം പ്രവർത്തിച്ചത് ഒരു കുടുംബത്തിലായിരുന്നു. മരിച്ചവനെ ജീവനിലേക്ക് ക്രിസ്തു ഉയർപ്പിച്ചത് ഒരു കുടുംബത്തിലെ കൂടപ്പിറപ്പിന്റെ കണ്ണീരിൽ മനമിടറിയായിരുന്നു. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നാണ് ക്രിസ്തുവിന്റെ അനുഗ്രഹവചസ്. കുടുംബത്തിന് ലഭിക്കാവുന്ന ദൈവിക നന്മകളെ അഹന്ത കൊണ്ടും ഈഗോ കൊണ്ടും നിസ്സാര പ്രശ്നങ്ങളുടെ പേരിലും നാം നഷ്ടപ്പെടുത്തരുത്. വിവാഹമോചനങ്ങൾ വഴി നാം നഷ്ടമാക്കുന്നത് ഈ ദൈവിക നന്മയാണ്. ദൈവിക പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്നവയാണ് ഓരോ വിവാഹമോചനങ്ങളും. വിവാഹമോചനം ദമ്പതികളുടെ ജീവിതത്തിൽ മാത്രമല്ല, അവരുടെ മക്കളുടെ ജീവിതത്തിലും നഷ്ടങ്ങൾ മാത്രമേ വരുത്തിവെക്കുന്നുള്ളൂ. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിലാണ് ഇന്ന് പല വിവാഹമോചനങ്ങളും നടക്കുന്നത്. വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നിട്ടും കുടുംബത്തെ ചിതറിപ്പോകാതെ കാത്തു സംരക്ഷിക്കാൻ പഴയ തലമുറയ്ക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന്
പുതുതലമുറയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയൊരു നീക്കം പോലും നടത്തുന്നില്ല. അമിതമായ വ്യക്തിസ്വാതന്ത്ര്യവും തൻപോരിമയും സ്വയം പര്യാപ്തതയും വിവാഹമോചനങ്ങളുടെ കാരണങ്ങളിൽ പെടുന്നു. ഒന്നുമില്ലാത്തപ്പോഴും ഒന്നുമാകാത്തപ്പോഴും ഒന്നും കിട്ടാതെ വരുമ്പോഴും എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ, പരാതി കൂടാതെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? അവിടെയാണ് കുടുംബജീവിതത്തിൻ്റെ നിലനിൽപ്പും സുദൃഢതയും. ഇന്നു മുതൽ മരണം വരെ എന്നുള്ള വിവാഹ സമയത്ത് നമ്മുടെ വാഗ്ദാനങ്ങളുടെ പൊരുൾ തിരിച്ചറിയാതെ പോകുന്നതാണ് കുടുംബങ്ങളെ വിവാഹമോചനത്തിലേക്ക് എത്തിക്കുന്നത്. താൻ കൂട്ടിയോജിപ്പിച്ചതിനെ മനുഷ്യരൊരിക്കലും വേർപെടുത്തരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാറ്റിൽ വിളക്കുകൾ അണഞ്ഞു പോവുക സ്വാഭാവികമാണ്. പക്ഷേ കൈപ്പടം ചേർത്ത് വെച്ച് അതിനെ മറച്ചു പിടിക്കാൻ നമുക്ക് കടമയുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കാം. കുടുംബത്തെ തകർക്കാനുള്ള എല്ലാ രഹസ്യ അജണ്ടകളെക്കുറിച്ചും നാം കൂടുതൽ ബോധവാന്മാരാകേണ്ട കാലമാണിത്. അവയെ പ്രതിരോധിക്കാൻ നാം സർവശക്തിയും പ്രയോഗിക്കേണ്ടതുണ്ട്. സ്വന്തം ബുദ്ധിയിലും കഴിവിലും ആശ്രയിച്ചുകൊണ്ട് മാത്രം നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ നമുക്ക് കഴിയണമെന്നില്ല. മൺപാത്രത്തിലെ നിധി എന്നതുപോലെയാണ് കാര്യങ്ങൾ. അയോഗ്യരായ നമ്മെയാണ് ദൈവം കുടുംബജീവിതം എന്ന മഹാദൗത്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. പ്രതിസന്ധികളിൽ ഉടഞ്ഞു പോകാവുന്ന, പ്രലോഭനങ്ങളിൽ അലിഞ്ഞു പോകാവുന്ന നമ്മെയാണ് ദൈവം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് അത്. നമ്മേക്കാൾ കരുത്തരും കഴിവുള്ളവരും വീണുപോയിട്ടുള്ള ഒരു മേഖലയാണ് കുടുംബജീവിതം. എന്നിട്ടും ദൈവം നമ്മെ താങ്ങി നിർത്തുന്നുണ്ട്. അവിടുന്ന് നമ്മെ അഭിഷേകം ചെയ്യുന്നുണ്ട്. ഈ മഹാദാനത്തിന് നാം ദൈവത്തിന് എന്ത് പകരം നൽകും? ദൈവമേ, നീ ഞങ്ങൾക്ക് തന്ന മഹാദാനമായ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എങ്കിലും നീ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെയുള്ള കുടുംബജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കുറവുകൾ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നതിന് വിഘാതം നിൽക്കുന്നുവെന്നും ഞങ്ങൾ ഏറ്റുപറയുന്നു. സ്ത്രീയും പുരുഷനുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും അവരെ ഒന്നിച്ചു ചേർത്ത് കുടുംബം എന്ന ജീവിത രീതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത അങ്ങേ അനന്തമായ പദ്ധതിയെയും സ്നേഹത്തെയും വിസ്മരിച്ച് സ്വന്തം സ്വാർത്ഥത അന്വേഷിച്ച എല്ലാ സംഭവങ്ങളെയും ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. നീ ദാനമായി നൽകിയ ഇണയെയും മക്കളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും കൂടപ്പിറപ്പുകളെയും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവർ കൂടിച്ചേർന്നതാണല്ലോ ഞങ്ങളുടെ കുടുംബം. മാതാപിതാക്കളിൽ നിന്നാണല്ലോ ഞങ്ങൾ ഓരോ മാതാപിതാക്കളായത്. കുടുംബത്തിൽ നിന്നാണല്ലോ ഞങ്ങൾക്ക് കുടുംബമുണ്ടായത്. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും അങ്ങേ കൃപാ കടാക്ഷത്തിനായി സമർപ്പിക്കുന്നു. അതിൽ മാനസികമായ പൊരുത്തക്കേടുകളുണ്ട്. മക്കളുടെ ഭാവിയെ ഓർത്തുള്ള ഉത്കണ്ഠകളുണ്ട്. അവരുടെ വഴിതെറ്റിപ്പോകലിന്റെ സങ്കടങ്ങളുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. രോഗങ്ങളുണ്ട്. തൊഴിലില്ലായ്മയുണ്ട്. സ്വന്തമായി ഭവനമില്ലാത്തതിന്റെ വിഷമമുണ്ട്. എല്ലാം അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുടുംബ പ്രേഷിതയായ വിശുദ്ധ മറിയം ത്രേസ്യായെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ.